കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ BJPക്ക് നിലവിൽ 3 MLA-മാരുണ്ടായിരിക്കുന്നു. കേരളത്തിൽ BJPക്ക് ഒരു വനിതാ MLA ഇത്തവണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് ശോഭാ സുരേന്ദ്രനായിരുന്നു, അത് പാലക്കാടായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. പക്ഷേ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ BJPക്ക് ഈ പറയുന്ന തോതിൽ വനിതാ നേതാക്കന്മാരുടെ എണ്ണത്തിൽ കുറച്ച് ശക്തിപ്പെട്ട് വരുന്ന തോതിൽ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന പാലക്കാടാണ് BJP ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ തന്നെയും പ്രതീക്ഷിക്കാത്ത പലയിടത്തും BJPക്ക് വനിതാ നേതാക്കന്മാരെ നിർത്തി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിലെടുത്തു പറയേണ്ടത് കാസർഗോഡും അതോടൊപ്പം തന്നെ കോഴിക്കോട് നോർത്തുമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതായത് ഈ കോഴിക്കോട് നോർത്ത് നിന്ന നവ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇപ്പോൾ ശോഭയെ കടത്തിവെട്ടുന്ന തരത്തിലോട്ടാണോ ഒരു മുന്നേറ്റം നവ്യ ഹരിദാസ് ഇപ്പോൾ BJPക്കുള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു കോഴിക്കോട് നോർത്തിൽ ഈ പറയുന്ന നവ്യയ്ക്ക് കിട്ടിയ വോട്ടുകളെന്ന് പറയുന്നത്. അതായത് ഏകദേശം 10,000-ഓളം വോട്ടുകൾ അവിടെ നവ്യയ്ക്ക് കൂടുകയുണ്ടായി. 40,000 അടുപ്പിച്ച് വോട്ടുകൾ അവിടെ നേടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നവ്യയും അവിടെ വിജയിച്ച സ്ഥാനാർത്ഥിയുമായിട്ടുള്ള വോട്ട് വ്യത്യാസം 10,000-ഓളം വോട്ടുകൾ മാത്രമായിരുന്നു. അതായത് 50,000-ൽ പരം വോട്ടുകളാണ് അവിടെ ഒന്നാം സ്ഥാനം കിട്ടിയ വ്യക്തി നേടിയത്. നവ്യയ്ക്ക് 40,000 അടുപ്പിച്ച് വോട്ടുകൾ ലഭിക്കുകയും ഉണ്ടായി. അപ്പോൾ അവിടെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് ഒരു വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ടുള്ള ഒരു മണ്ഡലമായി നിലവിൽ മാറി എന്നുള്ളത് വാസ്തവമാണ്. ഈ പറയുന്ന കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്ന മണ്ഡലം അവിടെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും BJPക്ക് വോട്ടുകൾ കൂടി വരികയാണ് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടൊരു കാര്യമാണ്. അതുമാത്രമല്ല ഈ പറയുന്ന നവ്യ ഹരിദാസ് അവിടെ തന്നെ തുടർന്ന് പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മികച്ചതാക്കി കഴിഞ്ഞാൽ അടുത്ത തവണ ഈ പറയുന്ന തോതിൽ വോട്ടുകൾ വീണ്ടും വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നവ്യയ്ക്ക് അവിടെ ഒരു വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഒരു MLA സ്ഥാനം നേടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു പരുവമാക്കി എടുക്കാനും സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയേക്കാം നിലവിൽ. കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പറ്റിയ തെറ്റെന്ന് പറയുന്നത് പലയിടങ്ങളിൽ നിന്നും മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതാണ്. ശോഭയ്ക്ക് ഇതുവരെയും ഒരു MLA ആയി മാറാൻ സാധിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. ഒരു വോട്ട് മുന്നേറ്റം വളരെ മികച്ചതായി നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് ശോഭ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വിജയിക്കാൻ സാധിക്കാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു മണ്ഡലം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് 5 കൊല്ലം പ്രവർത്തിക്കാനായിട്ടുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയില്ലായിരുന്നു ഇതുവരെയും. അത് ഇത്തവണയും പാഴായിപ്പോയി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഈ പറയുന്ന തോതിൽ നവ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സുവർണാവസരമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് കോഴിക്കോട് നോർത്ത് നിന്ന് അവിടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നവ്യയ്ക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ കൂടിയാണ് ഈ പറയുന്ന നവ്യ. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ പല കാര്യങ്ങളിലും നവ്യ ഇടപെടുന്നുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. മഹിളാ മോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റും കൂടിയാണ് ഈ പറയുന്ന നവ്യ ഹരിദാസ്. അത് മാത്രമല്ല ഇന്നലെ നടന്ന പ്രകടനം, അതായത് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള കോൺഗ്രസിൻ്റെ വാഗ്ദാനം, അത് 15-ാം തീയതി നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസിന് അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നവ്യ തന്നെയാണ് മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചതും ഈ പറയുന്ന സ്ത്രീകൾക്കായിട്ടുള്ള പ്രതിഷേധം KSRTC ബസ്സിനുള്ളിലെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് ഇപ്പോൾ നവ്യ ഹരിദാസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം ഈ പറയുന്ന തോതിൽ പ്രിയങ്ക ഗാന്ധിയുമായിട്ടുള്ള മത്സരത്തിന് ശേഷമാണ് നവ്യ ഹരിദാസ് കൂടുതൽ BJPക്കുള്ളിൽ വളർന്നു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. അതിനുശേഷം ഇപ്പോൾ ഈ പറയുന്ന തോതിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായി മാറുകയും BJPയുടെ മഹിളാ മോർച്ച സ്റ്റേറ്റ് പ്രസിഡന്റായി മാറുകയും അതോടൊപ്പം തന്നെ കോഴിക്കോട് നോർത്തിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഒരു അപ്രതീക്ഷിക്കാത്ത മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുകയും വോട്ടുകൾ പരമാവധി വർദ്ധിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും 40,000-ലധികം വോട്ടുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുകയും ചെയ്ത ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിലവിൽ നവ്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ. ഈ രീതിയിലാണ് പോക്കെങ്കിൽ തീർച്ചയായിട്ടും നവ്യയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ പറയുന്ന കോഴിക്കോട് നോർത്ത് മണ്ഡലം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട്
അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു MLA പദവിയിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത വരെ നിലവിൽ കോഴിക്കോട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി നവ്യ ആയാലും BJP ആയാലും ആ ഒരു തരത്തിൽ നവ്യയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അവിടെ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയാൽ, അതിനുള്ള അവസരം കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക കൂടി നവ്യ അവിടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നേട്ടം അവിടെ സാധ്യമാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. ചിലപ്പോൾ BJPയുടെ ആദ്യ വനിതാ MLA ആയിട്ട് വരാനായിട്ടുള്ള ഭാഗ്യവും നവ്യയ്ക്ക് ലഭിച്ചേക്കാം.